വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് സംവിധായകൻ മോഹൻ, അതായത് ക്ലാസിക് സിനിമകളുടെ സംവിധായകൻ മോഹൻ അന്തരിച്ചു കൊച്ചിയിൽ എന്നാണ്. ശാലിനി എൻ്റെ കൂട്ടുകാരി, പക്ഷേ, ഇടവേള, അങ്ങനെ ഒരു അവധിക്കാലത്ത്, രണ്ടു പെൺകുട്ടികൾ എന്നിങ്ങനെ പ്രധാന ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ കൂടിയാണ്. വലിയ കലാകാരനാണ് സംവിധായകൻ മോഹൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നടൻ ഇന്നസെന്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഹരി, മോഹനെ ഓർക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മോഹൻ മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഒരുപാട് മനോഹരമായ മുഹൂർത്തങ്ങളുള്ള സിനിമകൾ അന്നൊക്കെ നിരൂപക ശ്രദ്ധ ആകർഷിച്ച ചിത്രങ്ങളായിരുന്നു. എങ്ങനെയാണ് ഹരി ഒന്ന് വിലയിരുത്തുന്നത് മോഹനെ? രഞ്ജിത്ത്, അത് തന്നെയാണ് ക്ലാസിക് സിനിമകളുടെ സംവിധായകൻ എന്ന് നമുക്ക് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധായകൻ തന്നെയായിരുന്നു എം മോഹൻ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അദ്ദേഹം ജോൺ പോളിനോടൊപ്പം ചെയ്ത സിനിമകൾ അല്ലെങ്കിൽ പത്മരാജനോടൊപ്പം ചെയ്ത ചിത്രങ്ങളൊക്കെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ CD-കൾ വരെ സൂക്ഷിച്ചിരിക്കുന്ന മോഹൻ സംവിധായകൻ പ്രത്യേകിച്ച് ജോൺ പോളിൻ്റെ കൂടെയും അല്ലെങ്കിൽ എടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ ജോൺ പോളിൻ്റെ കൂടെയും അല്ലെങ്കിൽ പത്മരാജൻ്റെയും കൂടെ ചിത്രങ്ങളൊക്കെ തന്നെ അങ്ങനെ സൂചിപ്പിക്കാവുന്ന ചിത്രങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫിൽമോഗ്രഫിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത്രമാത്രം സിനിമകൾ തന്നെ, ക്ലാസിക് സിനിമകൾ തന്നെ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. പ്രത്യേകിച്ച് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇസബെല്ല തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ അത്രയും അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു സിനിമകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിലുണ്ടായിരുന്നാലും അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു എന്നുള്ളതാണ്. നാളെയാണ് സംസ്കാരം. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഇറങ്ങിയ സിനിമകളാണെങ്കിൽ പോലും ഒരു ഡ്രിഫ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ വാണിജ്യ സിനിമകളോ അല്ലെങ്കിൽ ആ സിനിമകളുടെ ഒക്കെ തന്നെ ഒരു വ്യത്യാസത്തിൽ നിന്നും മാറിക്കൊണ്ട് ഒരു പുതിയ വഴി വെട്ടി വന്ന ഒരു സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കൊക്കെ തന്നെ ആ ഒരു രീതിയിലായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉണ്ടായിരുന്നത്. ആ സിനിമകളിൽ നിന്നൊക്കെ വ്യത്യാസമായിക്കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ തന്നെ ആ ഒരു ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ട് മാറിയിരുന്ന ഒരു സിനിമകളായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കാനാണെങ്കിൽ നെടുമുടി വേണു നായകനായ വിട പറയും മുമ്പ് എന്ന സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇളക്കങ്ങൾ, ഇടവേള എന്ന ചിത്രം, നമുക്കറിയാം ഇടവേള എന്ന ചിത്രം തന്നെയാണ് ഇടവേള ബാബുവിലേക്ക് മാറിയതും. ഇപ്പോൾ ഒരു കഥ കഥ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമകളൊക്കെ തന്നെ, പക്ഷേ എന്ന സിനിമയൊക്കെ തന്നെ വലിയ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ട് മാറിയ ചിത്രങ്ങളാണ്. അങ്ങനെ ഒരു വേറെ രീതിയിലുള്ള ഒരു സിനിമകൾ മലയാള സിനിമയിലേക്ക് തന്നെ നൽകിയ ഒരു സംവിധായകൻ കൂടിയായിരുന്നു മോഹൻ. അദ്ദേഹത്തിൻ്റെ സിനിമാ ചരിത്രം തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലുള്ള അദ്ദേഹത്തിൻ്റെ കൊളാബറേഷൻസ്, അദ്ദേഹത്തിൻ്റെ സിനിമകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളൊക്കെ തന്നെ അദ്ദേഹം ഏകദേശം 23 സിനിമകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൊളാബറേഷൻസ് ആയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോൺ പോളിനോടൊപ്പവും ചെയ്ത സിനിമകൾ, അല്ലെങ്കിൽ പത്മരാജനോടൊപ്പം ചെയ്ത സിനിമകളൊക്കെ തന്നെ അങ്ങനെ ക്രിട്ടിക്കലി ആയിട്ട് അന്നത്തെ ക്രിട്ടിക്സിന് മാത്രമല്ലാതെ അന്നത്തെ പ്രേക്ഷകർക്ക് പോലും ഒരു പുതിയ രീതിയിലേക്ക് സിനിമ മാറ്റി വെച്ച ഒരു സംവിധായകൻ കൂടിയായിരുന്നു മോഹൻ. എന്തായാലും ആ സിനിമകൾ ഒക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫിൽമോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയൊക്കെ നമ്മൾ ഇപ്പോഴും ഇരുന്ന് കാണുന്ന സിനിമകൾ തന്നെയാണ്. അത്രമാത്രം കുടുംബ പ്രേക്ഷകർക്കിടയിലും അല്ലെങ്കിൽ ആ ഒരു പിന്തുണ നേടിക്കൊടുത്ത ഒരു സിനിമ, അത്രമാത്രം സംസാരിക്കപ്പെട്ട സിനിമകൾ ഒക്കെ തന്നെയാണ് മോഹൻ എന്ന സംവിധായകനെ തന്നെ ഒരു വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരു സിനിമാ ശൈലിയിൽ, പ്രത്യേകിച്ച് അദ്ദേഹം എടുക്കുന്ന ഷോട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് സംവിധായകരിൽ നിന്നും മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഷോട്ട് മേക്കിംഗ് ടെക്നീക്സ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം എടുക്കുന്ന ഇപ്പോൾ സ്റ്റഡി ഷോട്ടുകൾ അദ്ദേഹം കൂടുതലായി യൂസ് ചെയ്തേക്കുന്ന രീതി, അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ തന്നെ കൂടുതൽ നേരം ചെലവഴിക്കുക, നമ്മൾ സിംഗിൾ ഷോട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ തന്നെ നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ അത് വ്യത്യസ്തമായിരുന്നു. മറ്റുള്ള സംവിധായകരിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു ഫിലിം മേക്കിംഗ് രീതി തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു വലിയ നഷ്ടം തന്നെയാണ് മോഹൻ എന്ന സംവിധായകൻ്റെ നഷ്ടം. എന്തായാലും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംസ്കാരം. നാളെയാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ എപ്പോഴും ക്രിട്ടിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പോലും കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ ഒരു ചർച്ചാ വിഷയമാകുന്നതാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഉള്ളതാണ്, പ്രേക്ഷകർ ഉള്ളത് തന്നെയാണ്. എന്തായാലും ഒരു വലിയ നഷ്ടം. ഹരി തുടരുക. നടി വിധു